ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ഊട്ടിയിലത്തെ അടുത്ത വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഹലോ ഗൈസ് അതുപോലെ ഊട്ടി പോവാണ് ഗൈസ് അതുപോലെ ഊട്ടി പോവാണ് ഗൈസ് ഞങ്ങളെല്ലാവരും കൂട്ടിയിട്ട് ഊട്ടിയിലത്തെ സ്ട്രീറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഫ്രണ്ടിലാണ്. നല്ല റഷായിരുന്നു കേട്ടോ. എല്ലായിടത്തും ഞങ്ങൾ പോയ എല്ലാ സ്ഥലത്തും നല്ല റഷായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ക്യാരറ്റ് കൃഷി ചെയ്ത സ്ഥലത്തുനിന്ന്, ക്യാരറ്റ് എന്നല്ല എല്ലാം കൃഷി ചെയ്ത സ്ഥലത്തുനിന്ന് റോഡ് സൈഡിലെല്ലാം വിൽക്കുന്നുണ്ട്. അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് ഇട്ടാ. പക്ഷേ അമ്മച്ചി ഞങ്ങളെ നല്ല ചീത്ത പറഞ്ഞിട്ട് വീഡിയോ എടുക്കണ കണ്ടപ്പോൾ, കാരണം ക്യാരറ്റ് ഞങ്ങൾ വാങ്ങിയില്ല, പക്ഷേ വീഡിയോ എടുത്തില്ലേ. നല്ല അടിപൊളിയില്ലേ കാണാൻ. 50 രൂപയായിരുന്നു അങ്ങനത്തെ ഒരു കെട്ടിന്. പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഫ്രൂട്ട്സ് എല്ലാം കണ്ട് പിന്നെ ഇങ്ങനെ കുറേ ടൈം അവിടെ നടന്നിട്ടാണ്. പിന്നെ കുറേ ടോയ്സ് കാര്യങ്ങൾ അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. ഷോപ്പിങ്ങിന് നല്ല പറ്റിയൊരു ഏരിയ എന്ന് എനിക്ക് തോന്നി. പിള്ളേർക്കായാലും നല്ല അടിപൊളി വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ നമുക്കൊരു ഗൈഡും കൂടെയാണ് കേട്ടോ. കാരണം ഞങ്ങൾ ഓൾറെഡി ഈ ടോയ് ട്രെയിൻ എല്ലാം ബുക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ ഞങ്ങളുടെ കോട്ടേജ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കൊരു ഈ ഒരു ടൂർ പാക്കേജായിട്ട് അങ്ങനെയും ബുക്ക് ചെയ്യാം കേട്ടോ. കാരണം നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങൾ കാണാൻ പോകണം എന്നുള്ളത് നമുക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ അറിയുണ്ടാവില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ടൈം അറിയില്ല. അങ്ങനെ നമുക്കായിട്ട് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ കുറേ ടൈം വേണം. ഞങ്ങൾ വൺ ഡേ അല്ലേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ അവർ അയച്ചു തരും ഏത് പാക്കേജ് വേണമെന്നെല്ലാം, ഏതൊക്കെ സ്ഥലങ്ങൾ നിങ്ങൾക്ക് പോകണം. അപ്പോൾ ഒരു ദിവസം കൊണ്ട് എങ്ങനെയൊക്കെ പറ്റുമോ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അവർ കാണിച്ചു തരും. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച ചില സ്ഥലങ്ങളൊന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, കാരണം നല്ല ട്രാഫിക്കായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ആദ്യം പോണത് തന്നെ ടീ ഫാക്ടറി പ്ലസ് ചോക്ലേറ്റ് ഫാക്ടറിയാണ്. രണ്ടും സെയിം സ്ഥലത്താണ് കേട്ടോ. ഇതൊരു ഭയങ്കര വലിയ കുന്നിൻ്റെ മേലെയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ അപാര വ്യൂ ആണ്, നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ ഊട്ടി വന്നിട്ട് ഫസ്റ്റ് തന്നെ കാണാൻ പോയത് ടീ ഫാക്ടറിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ സമയത്തിൻ്റെ ആ ഒരു പരിധി കാരണം കുറച്ച് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കയറാതെ പോയിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്രയ്ക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ, പിന്നെ നമുക്ക് ഒരിക്കൽ വന്ന് കാണാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് കാണാൻ പറ്റില്ലല്ലോ എന്ന് അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഞങ്ങൾ പിക്ക് ചെയ്ത് പോയതിട്ട്. അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ ഞങ്ങൾ കയറിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നി ബാംഗ്ലൂരൊക്കെ വന്നിട്ട് അതുപോലത്തെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഒരിക്കൽ കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നത് ടീ ഫാക്ടറി, ചോക്ലേറ്റ് ഫാക്ടറി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളത് സെലക്ട് ചെയ്ത് പോയതിട്ട്. അപ്പോൾ നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, സീസൺ ടൈമിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നത് ടിക്കറ്റിൻ്റെ ക്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് 20 റുപ്പീസാണ് ടിക്കറ്റ് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എല്ലാം എടുത്ത് കഴിഞ്ഞ് 20 റുപ്പീസ് എന്ന് പറയുമ്പോൾ ടീ ഫാക്ടറിയും ചോക്ലേറ്റ് ഫാക്ടറിയും സെയിം 20 റുപ്പീസ്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഫസ്റ്റ് നമ്മൾ പോയത് ഫസ്റ്റ് കയറുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് ഈ ഒരു ടീയുടെ ഒറിജിൻ്റെ ഒരു സ്റ്റോറിയാണ്. അത് വായിക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ വെറുതെ ഓടിച്ചൊന്ന് പോയി. പിന്നെ നമ്മൾ കണ്ടതാണത് നേരിട്ട് തേയിലത്തോട്ടത്തിൽ നിന്ന് വരുന്ന ഫ്രഷ് തേയില ജസ്റ്റ് ഇങ്ങനെ അവർ കൊടുന്നിട്ട് ഇതുപോലെ ഇട്ടിട്ടുള്ളൂ. പണ്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ തേയില പുറത്തിട്ട് ഉണക്കണം, പിന്നെ പൊടിക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കും. ഇല്ല, നേരിട്ട് ഇത് പോണത് ഇപ്പോൾ മെഷീനായില്ലേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ഫ്രഷ് തേയില പൊടിയായിട്ടാണ് ഫസ്റ്റ് അവർ ചെയ്യുന്നത്. എനിക്ക് മുന്നുണ്ടായിരുന്നത് ഇത് ഉണക്കിയതിന് ശേഷമാണ് പൊടിക്കുക എന്നാണ്. അപ്പം ഞങ്ങൾ മേലക്കാണ് കയറി പോയിട്ടുള്ളത്. ഇനി നമ്മൾ താഴത്തോട്ടാണ് വരണത് കേട്ടോ. ആ ഒരു ടീ ഫാക്ടറിയുടെ ഉള്ളിലോട്ടാണ് വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് ഫുള്ള് മെഷീനിൽ എങ്ങനെയൊക്കെയാണ് ഒറ്റ ദിവസം കൊണ്ട്, ഞാൻ ഒരുപാട് ദിവസം കൊണ്ട് ഉണ്ടാവേണ്ട ഒരു സംഭവമാണ് നമ്മളുടെ ചായപ്പൊടി എന്നാണ് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. ഒറ്റ ദിവസം കൊണ്ട് ഇത് പാക്കായി കിട്ടുന്ന ഒരു പ്രോസസ്സാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് കണ്ട തേയില പൊടിച്ചിട്ട് ആ മെഷീൻ്റെ ഉള്ളിൽ കൂടെ വരുന്നതാണ് ഈ കാണുന്നത്. അപ്പോഴും പച്ച കളർ തന്നെയാണ്, അതായത് ഫ്രഷ് തേയില പൊടിയായിട്ട് ആ സെയിം കളറിൽ തന്നെ വരുന്നത്. ഈ പൊടി ആയതിന് ശേഷമാണ് ഇവരിത് ഉണക്കണത് കേട്ടോ. അത് നമുക്ക് അടുത്ത മെഷീനിൽ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ മേലെ നിന്നിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ താഴെ ഇതുപോലെ വലിയ വലിയ മെഷീനുകൾ ഉണ്ടാവും. നല്ല സൗണ്ടാണ്, അതാണ് ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ കാരണം. പിന്നെ ഈ ഒരു വലിയൊരു എന്തോ ഒരു ഗുഹ പോലത്തെ ഒരു മെഷീനില്ലേ, അതിൻ്റെ ഉള്ളിലാണ് തേയില ഉണക്കണത്. അപ്പോൾ നമ്മൾ ഇനി ആ മെഷീൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് തേയില ഉണക്കി നമ്മളിപ്പോൾ കാണുന്ന തേയിലപ്പൊടിയായിട്ട്, അതായത് ചായപ്പൊടിയുടെ കളറായിട്ട് വരുന്നതാണ് നമ്മൾ ആ ലാസ്റ്റ് കാണുന്നത്. കണ്ടില്ലേ, അവിടുന്ന് വളരെ വളരെ സ്ലോ ആയിട്ടാണ് പിന്നെ നെക്സ്റ്റ് മെഷീനിലോട്ട് പോണത് പൊടി. അതിന് എന്തിനാണെന്ന് എനിക്കറിയില്ല. പിന്നെ അവിടുന്ന് നേരെയാണ് പാക്കിങ്ങിലോട്ട് പോണത്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് എത്രയോ പെട്ടെന്നാണ്
ഇപ്പോൾ നമ്മളുടെ കയ്യിൽ കിട്ടുന്ന ചായപ്പൊടി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മെഷീനിൻ്റെ വരവോട് കൂടിയിട്ട് ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റുന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത് ഞാൻ. കാരണം എൻ്റെ മൈൻഡിൽ മുന്നേ ഉണ്ടായിരുന്നത് ഒരുപാട് ടൈം വേണം, ഒരുപാട് ദിവസങ്ങൾ വേണമെന്നായിരുന്നു. അപ്പോൾ ഈ ഒരു ചായപ്പൊടി ഇനി അടുത്ത മെഷീനിലോട്ട് പോയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഇപ്പുറത്തെ സൈഡിൽ കാണുന്നത്. അതായത് കണ്ടില്ലേ, കളറ് നോക്ക്, നിങ്ങൾക്ക് കാണുന്നില്ലേ ശരിക്ക്? നമ്മളുടെ ചായപ്പൊടിയുടെ കളർ ഇത് നേരെ വരുന്നത് ഇനി പാക്കിങ്ങിലോട്ടാണ് കേട്ടോ. അവിടെ ആ ചാക്കിലൊക്കെ കാണുന്നത് തേയില പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പുറത്തെ സൈഡിൽ പാക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഒരു യെല്ലോ കളറ് പാക്കേജ് കണ്ടില്ലേ, പാക്കറ്റ്, അതെല്ലാം ആ സ്പോട്ടിൽ പാക്ക് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഒരുപാട് വെറൈറ്റി ടീ പൗഡറാണ് ഇവിടെ ഉള്ളത്. വെറൈറ്റി എന്ന് പറയുമ്പോൾ ഫ്ലേവർ, ഏലക്ക, ഇഞ്ചി, ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചായപ്പൊടി ഉണ്ടാക്കാറ്. ഇവിടെ തന്നെ ഈ ഒരു ചായപ്പൊടി ഉണ്ടാക്കുമ്പോൾ തന്നെ അവർ പലതരം ഫ്ലേവറിലുള്ള ഓൺ ദ സ്പോട്ടിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ താഴെ കണ്ടില്ലേ പലതരം ചാക്കുകൾ വെച്ചിട്ടുള്ളത്, അത് അതിൻ്റെ ഒരു തരി, നമുക്ക് നല്ല തരിയുള്ള ചായപ്പൊടി കിട്ടാറുണ്ട്, നല്ല പൊടി പോലത്തെ ചായപ്പൊടി കിട്ടാറുണ്ട്. അങ്ങനെ വേർതിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ താഴെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം കണ്ട് ഫസ്റ്റ് ടൈം കാണുന്ന മക്കൾക്കായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കും നല്ല ഇഷ്ടമായി ഇങ്ങനെയൊക്കെ കാണുന്നത്. പിന്നെ നമ്മൾ നേരെ താഴത്തോട്ട് ഇറങ്ങണം. ഞങ്ങളിനി നേരെ താഴത്തോട്ട് നോക്കുമ്പോൾ തന്നെ എല്ലാവരും ചായ കുടിക്കണം കേട്ടോ. നോക്കുമ്പോൾ എന്താ, നമുക്ക് ഈ 20 രൂപയിൽ ഒരു ഗ്ലാസ് ചായ, നല്ല അടിപൊളി ചായയായിരുന്നു, ഒരു ഗ്ലാസ് ചായ കൂടെ അവർ തരുന്നുണ്ട്. അപ്പം നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നി. 20 രൂപ ടിക്കറ്റിൽ ചോക്ലേറ്റ് ഫാക്ടറി നമുക്ക് കാണാം, അതുപോലെ തന്നെ ടീ ഫാക്ടറിയും കാണാം, പ്ലസ് ഒരു ചായയും കുടിക്കാം. നല്ല അടിപൊളി ഏലക്കായ ഇട്ട് തിളപ്പിച്ച് വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ചായ ഇല്ലേ, അതുപോലത്തെ ചായയായിരുന്നു. അതായത് ഏലക്കായുടെ ഫ്ലേവറുള്ള ടീ പൗഡർ ഇട്ടിട്ട് ഉണ്ടാക്കിയ ചായയാണ് കേട്ടോ. ചായ കിട്ടുന്ന ഭാഗമാണ് ഇത്ര തിരക്ക്. എല്ലാവർക്കും തരുന്നുണ്ട് കേട്ടോ, എല്ലാവർക്കും തരുന്നുണ്ട്. അപ്പം നല്ല അടിപൊളി ചായയും കിട്ടി ഞങ്ങൾക്ക്. ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ താഴത്ത് നിന്ന് കാണാൻ ഇങ്ങനെ നോക്കി, ഒരു ഗ്ലാസ്സൊക്കെ എല്ലാം ഇട്ടിട്ട് ക്ലോസ് ചെയ്തിരിക്കണം, എന്നാലും എനിക്ക് താഴത്തു നിന്ന് ഈ പാക്കിങ് കാണാനും അതുപോലെ തന്നെ ഈ തരി വേർതിരിക്കണ കാണാനും നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ അവിടെ നിന്ന് എടുത്ത്, പിന്നെ അവർ കുറച്ച് ചായപ്പൊടി കയ്യിൽ തന്നിട്ടാണ്, ഉപ്പ വാങ്ങിച്ച് ചായപ്പൊടി ചുമ്മാ നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇങ്ങനെ നല്ല തരിയുള്ളതാണ്. ബാംഗ്ലൂർ വന്നിട്ട് എനിക്ക് കൂടുതലും കിട്ടിയിട്ടുള്ളത് നല്ല തരിയുള്ള ചായപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കണ്ടില്ലേ ചായപ്പൊടി പാക്കറ്റായിട്ട് വരുന്നത്, ഇത് നോർമൽ ചായപ്പൊടിയാണ്. അതിന് ശേഷമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ വേർതിരിക്കുന്നത്. കുറച്ച് ചായപ്പൊടിയും കൂടി ഇപ്പോൾ വാങ്ങിച്ച് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നമുക്കിങ്ങനെ കുറേ ടൈം നിന്ന് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല, കാരണം നല്ല തിരക്കുമാണ്. അതുപോലെ എല്ലാവരും പെട്ടെന്ന് ഇങ്ങനെ കണ്ടു മാറുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് ഇതെല്ലാം വാങ്ങിക്കുക. അവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ചായപ്പൊടികൾ ഇവിടെ അവൈലബിൾ ആണ്, നമുക്ക് ഇവിടെ തന്നെ വാങ്ങിക്കട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലെമണ്, ജിഞ്ചർ, മസാല, അങ്ങനെ ഏലക്ക, അങ്ങനെ എല്ലാ ഫ്ലേവറിലുള്ള ചായപ്പൊടി നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ ടീ ഫാക്ടറി ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഞാൻ ചോക്ലേറ്റ് ഫാക്ടറി ആയിട്ട് വരാം.